ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പുതിയ ദിവസം കൂടെ കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. കണിശമായിട്ടും ആ ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചു, നമ്മുടെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യം തന്നു. അതിന് നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 17-ഉം 18 വാക്യങ്ങളാണ്. ഞാനത് ഇപ്രകാരം വായിക്കുന്നു. അതിന് മോശയോട് അമ്മായിയപ്പൻ അവനോട്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും, ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു, ഏകനായ നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നില്ല, ആകയാൽ പിന്നെ താവട്ട് ചില ഉപദേശങ്ങളൊക്കെയും കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഉപദേശം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വിശ്രമം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം നാം വായിച്ചു കേട്ടതായ ഈ സംഭവത്തിൽ, അതായത് നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് വന്നു, മോശ അവരെ കൊണ്ടുവരികയാണ്. അവരെ വരുന്നതിന് മുമ്പ് എല്ലാവരും, അതായത് ഓരോ എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് മോശയുടെ അടുത്ത് ജനം വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത് മോശ അവിടെ ഇരുന്നൊരു ന്യായാധിപനെ പോലെ ഇതെല്ലാം കേൾക്കുകയും അവർക്ക് വേണ്ട ന്യായം വിധിച്ചു കൊടുക്കുകയും അത് ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പായിരുന്നു. എന്നാൽ ഈ യിത്രോ എന്ന് പറയുന്നത്, അതായത് മോശയുടെ അമ്മായിയപ്പൻ, ഈ മോശ ചെയ്യുന്നതായ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് കൊടുത്ത ഒരു ഉപദേശമാണ് നാം മുമ്പേ വായിച്ചത്. അവിടെ എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അതിൽ നമുക്ക് വിശ്രമം ആവശ്യമാണ്. തുടർച്ചയായിട്ട് ഇപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്ന പോലെ തുടർച്ചയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് പരിധിയുണ്ട്. മനുഷ്യൻ പരിധി ഉള്ളവനാണ്. അപ്പോൾ ആ ഒരു പരിധി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ ഉപദേശം നമ്മൾ അംഗീകരിക്കണം. അതാണ് യിത്രോ പറഞ്ഞത്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് നന്നല്ല, നിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല, അത് നിന്നെ ക്ഷീണവാനാക്കും. ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ പറയുന്നത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നിന്നോടുള്ളതായി ഈ ജനവും ക്ഷീണിച്ചു പോകുമല്ലോ. നമുക്കറിയാം, നമ്മൾ ഏകദേശം കുറച്ച് നേരം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും. വിശ്രമം ആവശ്യമാണ്. മോശ ചെയ്തതായ ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ന്യായം വിധി കൊടുക്കുക, അതിൻ്റെ തക്കവണ്ണമുള്ളതായ ആരോഗ്യം സ്ഥിതി മനുഷ്യനില്ല. അതുകൊണ്ട് അത് പിന്നീട് നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതായത് യിത്രോ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെയും ക്രമീകരിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരുടെ ന്യായം കേൾക്കാൻ തക്കവണ്ണം 10ഉം 100ഉം അല്ലെങ്കിൽ അങ്ങനെ ഓരോ സംഖ്യയിൽ ആൾക്കാരുടെ ഗ്രൂപ്പായിട്ട് തിരിക്കുകയും അവർക്കുള്ളതായ അവരുടെ എന്താണ് പറയേണ്ടത്, അവരുടെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻസും ഒക്കെയും കേൾക്കുവാൻ തക്കവണ്ണമുള്ളൊരു ശ്രദ്ധ പിന്നീട് ഉണ്ടായി. അപ്പോൾ ഇവിടെ പറയുന്നത് ആരോഗ്യ സംരക്ഷണം വളരെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വിശ്രമം, അത് 6 മണിക്കൂർ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും നമ്മുടെ ജീവിത രീതിയിൽ വേണ്ട നടപടികളൊക്കെയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യമാണെന്ന് കണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ മോശയോട് യിത്രോ പറഞ്ഞതനുസരിച്ച് താൻ പെരുമാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറെ കൂടി നന്നായി കാര്യങ്ങൾ ചെയ്യുവാൻ. അതുകൊണ്ട് അതായത് 10 പേര് അടങ്ങുന്ന ഗ്രൂപ്പിൽ ഒരു വ്യക്തിയെ ന്യായം വിധിക്കുന്നതിനും അതിനുശേഷം പിന്നെ കുറച്ചുകൂടി, അതായത് 100 പേരടങ്ങുന്ന സംഖ്യയിൽ ഇങ്ങനെ. അപ്പോൾ അതുപടിയായിട്ട് മോശയുടെ അടുത്ത് വരുന്ന കംപ്ലയിൻറ്റ് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ചില ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പം വിശ്രമം ആവശ്യമാണ്. ആ വിശ്രമം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുക, അത് നമ്മുടെ ഓരോരുത്തരും ചുമതലയാണ്. നമ്മൾ സാധാരണ ഈ ഹെൽത്ത് റിഫോംസ്, ആരോഗ്യ നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വിശ്രമം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 6 ദിവസം അധ്വാനിച്ച് വേല 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പാലിക്കുമ്പോൾ കണിശമായിട്ടും ദൈവിക ഉദ്ദേശം നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചാണ്. എന്നാൽ അതിനൊരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ വിട്ടുപോകാൻ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞതായ രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ കണിശമായിട്ടും നമ്മുടെ ജീവിതത്തിന് നല്ല ഒരു അനുഗ്രഹം, അതായത് നമുക്ക് സന്തോഷമുണ്ടാകും. രോഗം പിടിച്ച് ആശുപത്രിയിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കല്ല, പിന്നെയോ ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇത് ധ്യാനിക്കുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാനും, അതായത് ദൈവം പറഞ്ഞതുപോലെ വിശ്രമം ആവശ്യമാണ്, ആ വിശ്രമത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഈ ദിവസം തുടങ്ങുമ്പോൾ അതിനുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഈ ദിവസം കാണുവാൻ അവിടെ നിങ്ങളെ സഹായിച്ചു, നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളും ചെയ്യുന്നതായ കാര്യങ്ങളും ദൈവം തന്നിരിക്കുന്നതായ ക്രമീകരണങ്ങളനുസരിച്ച് ജീവിക്കാൻ നടക്കണം.
പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും വിശ്രമത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെയും ഗ്രഹിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിപ്പാനും അങ്ങനെ കർത്താവ് വരുമ്പോൾ ഞങ്ങളാൽ ആദായപ്പെട്ടവരുമായി അവിടുത്തെ വരവിനെ എതിരേൽപ്പാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ ദിവസം കാണുവാൻ ദൈവം സഹായിച്ചു. എല്ലാവർക്കും നല്ല ഒരു ശുഭ ദിവസം ഞാൻ നേരുകയാണ്.